അവള് തന്നെയാ പത്മാവതി ആഗ്രഹിച്ച പെണ്ണ്. ആരാ? ഞാൻ കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമായിരുന്നു. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ദാഹിച്ച് തൊണ്ട പൊട്ടുന്നു ചേട്ടാ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമോ? ഇവിടെ കുടിയുള്ള വിതരണമൊന്നുമില്ല, ഒന്ന് പോയേ. ആരാ പിള്ളേത്? ചോദിച്ചിട്ട് പറയുന്നില്ല സത്യാമ്മേ. തൊണ്ട വരണ്ടിട്ട് സംസാരിക്കാൻ മേലാത്തത് കൊണ്ടാ. ഒരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നീ കേറി വാ. ഇങ്ങോട്ടിരിക്കെ. ഞാൻ ഇവിടെ ഇരുന്നോളാം കൊച്ചമ്മേ. കൊച്ചമ്മയല്ല, സത്യാമ്മ. ഓ, പരിചയപ്പെടിയിലും തുടങ്ങി. എന്തോടെ പിള്ളേ? ഒരു വയ്യാവേര് വെള്ളവും ചോദിച്ചോണ്ട് വരാന്തയിൽ ഇരിപ്പുണ്ട് സാറേ. മുഖത്താകെ ഒരു കള്ള ലക്ഷണം. എന്തോ തട്ടിപ്പിന് ഇറങ്ങിയതാ. തോളയിലെടുത്ത് വെച്ചേക്കരുതെന്ന് പറയണേ സാറേ സത്യാമ്മയോട്. എന്നെ കാണുമ്പോ എല്ലാരും അങ്ങനെ തന്നെയാ സത്യമേ പറയുന്നത്. എന്തോ കള്ള ലക്ഷണമുള്ള പോലെ. എന്ത് ചെയ്യാം, എന്റെ തലവിധി. അതുകൊണ്ട് ചെല്ലുന്നിടത്തൊന്നും പണിയില്ല. അപ്പൊ നീ ജോലി അന്വേഷിച്ചിറങ്ങിയതാ? ഒന്നും പറയണ്ട സത്യാമ്മേ, 2 പിള്ളേരുള്ളതിനെ വളർത്താൻ വേണ്ടിയിട്ടാ ഈ പെടാപാട് മുഴുവൻ. 2 കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോഴാ കെട്ടിയവന് ഞാൻ പോരാന്ന് തോന്നിയത്. അത് ഞാൻ വേറൊരുത്തിയെ കണ്ടപ്പോ എന്നെ ഇട്ടിട്ട് പോയി. നിന്റെ അച്ഛനും അമ്മയൊക്കെ? അവരെയൊക്കെ ഉപേക്ഷിച്ചല്ലേ സത്യാമ്മേ ഞാൻ ഈ കാലമാടന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ആങ്ങളമാരൊക്കെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ വീടിന്റെ അടുക്കളയ്ക്കകത്ത് പോലും എന്നെ കയറ്റത്തില്ല. പിന്നെ നീ എങ്ങനെയാ ജീവിച്ചു പോന്നെ? വീടോ ഭൂമിയോ എന്തെങ്കിലും ഉണ്ടോ? എവിടുന്ന്? ഓരോ വീട്ടിൽ പണിക്ക് നിൽക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ അനാഥാലയത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ചെലവിന് എന്തെങ്കിലും കൊടുക്കാൻ. കുഞ്ഞുങ്ങള് അനാഥാലയത്തിലോ? സ്വന്തമായിട്ട് വീടും ഭൂമിയും ജോലിയും ഇല്ലാത്തവർ പിന്നെ എന്ത് ചെയ്യാനാ സത്യാമ്മേ? നല്ല തണുത്ത സംഭാരമാ. ദാഹം മൊത്തം തീരെ. ഇത് കുടിച്ചിട്ട് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ഭാമേ, കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശദമായി അന്വേഷിച്ചിട്ട് പോരെ? രാഘവേട്ട,
ദാഹിക്കുമ്പോഴാ വെള്ളം കൊടുക്കേണ്ടത്. സത്യഭാമയുടെ വീട്ടുപടിക്കൽ സഹായം അഭ്യർത്ഥിച്ചു വന്നവരെ വെറും കൈയോട് മടക്കി അയച്ചിട്ടില്ല. എന്തൊരാശ്വാസം. ഇത് കഴുകാനായിട്ട് ആ ഇങ്ങി തന്നേരെ. എന്നാ പയ്ക്കോ. വലിയ ഉപകാരമുണ്ട് സത്യമേ. ദാഹിച്ചപ്പോ ഇത്തിരി വെള്ളം തന്നല്ലോ. അന്നും സംഭാരം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിൽക്ക്. നിനക്കിവിടെ നിൽക്കാൻ പറ്റുമോ? അടുക്കള ജോലിക്കും അത്യാവശ്യം സഹായത്തിനൊക്കെയായി. സത്യാണോ സത്യമേ പറയുന്നത്? ആ, ഇവിടെ ഒരാൾ ജോലിക്ക് ഉണ്ടായിരുന്നു. അവളിപ്പൊ കാണാനില്ല. തോന്നുമ്പോഴാ ജോലിക്ക് വരുന്നത്. നിനക്കിവിടെ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ? അയ്യോ, എപ്പം നിന്നൊന്ന് പറഞ്ഞാ മതി സത്യമേ. പൊന്നിക്ക് പകരം ഇവളെങ്ങനാ സത്യാമ്മേ? പൊന്നിയെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. അവള് ചെയ്ത ഉപകാരങ്ങളും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അവളില്ലെന്ന് കരുതി ഇവിടുത്തെ ജോലികൾ മുടങ്ങാൻ പാടില്ലല്ലോ. തൽക്കാലം കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ. പൊന്നി വരുമ്പോഴല്ലേ അടുത്ത കാര്യം. അതപ്പം നോക്കാം. നീ അകത്ത് പോയി ജോലി തുടങ്ങിക്കോ. വരട്ടെ. രാഘവേട്ട, ഇന്നൊരു മംഗളകർമ്മം നടന്ന വീടാ ഇത്. ഇന്ന് ഇവിടെ നടക്കുന്നത് എന്തും മംഗളമായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നത്. സത്യമേ ദൈവം അനുഗ്രഹിക്കും. എനിക്ക് അതൊന്നും വേണ്ട. അകത്തേക്ക് വയ്ക്കൂ. ഊരും പേരും അറിയാത്ത ഒരാളെയാ സത്യാമ്മ വീടിന്റെ കാര്യം മുഴുവനും ഏൽപ്പിക്കുന്നത്. നിക്ക്. എന്താ നിന്റെ പേര്? പങ്കജം. പങ്കജം, സത്യഭാമയുടെ വീട്ടിലെ പുതിയ ഹൗസ് മെയ്ഡ്. ഇനി നിന്റെ കണ്ണായിരിക്കും പങ്കജം അവിടെ. പോയി ജോലി തുടങ്ങിക്കും. ശരി, പണി തുടങ്ങിയേക്കാ. അമ്മേ, എന്നാലും ആലോചിക്കാതെ എടുത്തിയാടി. തൽക്കാലം അവളിവിടെ നിൽക്കട്ടെ രാഘവേട്ട. കഥയറിയാതെ കനവെഴുതാതെ ഇരുളിതിലൊരു നാളം തിരയുന്നു ഞാൻ. കരളെരിയുന്നു, മിഴി നനയുന്നു, ഒരു നിമി നേരം നീതിലേ വരുമോ? നീ ഇവിടെ വന്ന് നിൽക്കാണോ? ഞാൻ എവിടെല്ലാം നോക്കി. ഈ ചായ കുടിക്ക്. എനിക്ക് വേണ്ട. രാവിലെ മുതൽ ജലപാനം ഇല്ലാത്തതാ. നീ ഇതെങ്കിലും കുടിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
കഴിപ്പിക്കാനും കുടിപ്പിക്കാനും വന്നേക്കല്ലേ കുഞ്ഞേച്ചി. ആകെ പിടിവിട്ട് നിൽക്കുവാ ഞാൻ. മോളെ അതിനിവിടെ എന്ത് സംഭവിച്ചെന്നോ? എന്ത് സംഭവിച്ചോന്നോ? എന്റെ കഴുത്തിൽ എല്ലാരും കൂടി ഇട്ട് നീ കുരുക്ക് കാണുന്നില്ലേ നിങ്ങള്? പഠിക്കെങ്കിലും ചെയ്യായിരുന്നു എനിക്ക്. മോളെ അതിന് കല്യാണത്തിന് നീ തയ്യാറായിരുന്നില്ലേ? കല്യാണത്തിന് തയ്യാറെന്ന് വെച്ചാ ഏതെങ്കിലും ഒരുത്തനായിട്ടായിരുന്നോ കുഞ്ഞേച്ചി? മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെയല്ലേ ഓരോരുത്തർ കല്യാണം കഴിക്കുന്നത്. അല്ല, ഇവിടെ പറഞ്ഞിട്ട് എന്ത് മനസ്സിലാവാനാ? ആരെങ്കിലും കെട്ടിയില്ലെങ്കിൽ ഭിക്ഷക്കാരനെ കൊണ്ട് താലി കെട്ടിക്കുമെന്ന് പറഞ്ഞ ആളല്ലേ? ശ്യാമ, നീ കുഞ്ഞേച്ചിയെ പോലെ അല്ല എല്ലാരും ഒന്ന് കരുതിയാ മതി. ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. കാശുണ്ടെന്ന് കരുതി ഒരു പലിശ പിരിവുകാരന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ലായിരുന്നു ഞാൻ. ശ്യാമ, നീ വിഷ്ണുവേട്ടനെയാ? വിഷ്ണുവേട്ടനെന്നല്ല, കുഞ്ഞേച്ചി അടക്കമുള്ളവരെല്ലാരും എനിക്കിപ്പോ ശത്രുക്കളാ. എന്റെ ജീവിതം ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബലി കൊടുക്കുന്നത് കയ്യും കെട്ടി നോക്കി നിന്നവരാ. 10ാം ക്ലാസ് പോലും പഠിക്കാത്ത ശാരികേച്ചിക്ക് പോലും കിട്ടിയ ഒരു കോളേജ് ലെക്ചറർ എനിക്ക് കിട്ടിയതോ വെറും ഒരു ഡ്രൈവർ. മോളെ എടി, ഇങ്ങനെയൊക്കെയാണോ നീ? ഇങ്ങനെയൊക്കെ തന്നെയാ കുഞ്ഞേച്ചി. സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് ഒരു കാര്യമില്ല. വിഷ്ണുവേട്ടന് ഒരു കാറുണ്ട്. ദത്തുപുത്രനെന്ന് ലേബലുള്ള ഈ രോഗത്തിന് എന്തുണ്ട്? നിങ്ങൾക്കൊക്കെ മാർക്കറ്റിലോ സിനിമയ്ക്കോ പോവാൻ തോന്നുമ്പോ കാർ എടുക്കാൻ പറഞ്ഞ കാർ എടുക്കണം, അത്ര തന്നെ. ഇത്രയൊക്കെ കണക്കെടുപ്പ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നീ നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാനും ഇതിന് പരിഹാരം കാണാനും എനിക്ക് കുറച്ച് സമയം തരണം നീ. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം നീ. രോഹിത്തിനോട് നിനക്കുള്ള പിണക്കം സത്യം മാറിയരുത്. ഞാനും കൂടി ജീവിക്കുന്ന വീടാ ഇതെന്ന് ഓർക്കണം. സത്യം അറിയാൻ പാടില്ലല്ലേ? കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഹലോ. ആ മാഡം, നിന്റെ വിളി കാത്തിരിക്കായിരുന്നു ഞാൻ. ഞാനിവിടെ വന്ന് ഒന്ന് കാലൂന്നി നിന്നതേ ഉള്ളൂ. അവിടെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഏയ്, ശ്യാമയുടെ കാര്യം എന്തായി? അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട് മാഡം. ഞാനിതുവരെ നേരിട്ട് കണ്ടില്ല. അപ്പോ സത്യഭാമ അവളെ സ്വീകരിച്ചു? അങ്ങനെ വേണം കരുതാൻ. ഒരു മംഗളകർമ്മം നടന്ന വീടല്ലേന്ന് അവർ ചോദിക്കുന്നത് കേട്ടു. അവിടെ നിന്റെ ദൗത്യം എന്താണെന്ന് അറിയാലോ നിനക്ക്? അറിയാം. ശ്യാമ വാഴരുത് ആ വീട്ടിൽ. ആ പടുമുള എത്രയും പെട്ടെന്ന് പിഴുതെറിയുന്നോ അത്രയും കനമുള്ളതായിരിക്കും നിന്റെ പ്രതിഫലവും. അറിയാം മാഡം. സത്യഭാമയുടെ വീട്ടിലേക്ക് അയച്ച 2 പെൺമക്കൾക്കും കൊള്ളി വെച്ചതായിട്ട് കരുതിക്കോട്ടെ ആ ശാരദ. രണ്ടാളും എന്റെ മകളുടെ കണ്ണീരിൽ ചവിട്ടിയാ നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. എത്രയും പെട്ടെന്ന് ശുഭവാർത്തയുമായി നീ വിളിക്ക. ഞാൻ അങ്ങോട്ട് വിളിക്കില്ല, അറിയാലോ? അറിയാം മാഡം. സോ ബെസ്റ്റ് വിഷസ്. താങ്ക് യു മാം. എത്രയും പെട്ടെന്ന് ശുഭവാർത്ത ഞാൻ അറിയിച്ചിരിക്കും. പങ്കജമാ പറ. ഒന്ന് വേഗം കൊണ്ടുപോവാമേ, വിശന്നിട്ട് കൊടല് കരിയുവാ. ആ, അത്ര കരിയുന്നുണ്ടെങ്കിലേ അടുക്കളയിലേക്ക് വന്ന് വല്ലതും എടുത്ത് കഴിക്കും.
അതെങ്ങനെയാ അടുക്കളയിൽ കയറിയ എന്റെ മോളുടെ കയ്യിലെ വള ഊരിപ്പോലെ? അതെനിക്ക് പഠിക്കാനുള്ളതുകൊണ്ടല്ലേ ഓ തുടങ്ങി. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? പടവിട്ട് പിടിച്ച അവൾ അടുക്കള കയറില്ലാൻ അറിയില്ലേ? കല്യാണം കഴിച്ചു വിടാനുള്ള കൊച്ച കെട്ടിക്കയറി ചെന്ന് കയറുന്ന വീട്ടിലെ എന്നെ കുറ്റം പറയൂ. അപ്പോ കുഞ്ഞേച്ചി എന്താ കെട്ടിച്ചുവിടുന്നില്ലേ? എടി, അവക്ക് മാന്യ ഒരു ജോലി കിട്ടും. മാന്യമായിട്ട് ജോലിയുള്ളവരൊന്നും ഭക്ഷണം കഴിക്കത്തില്ലേ? ഏഹ്, എടി, ഞാൻ അങ്ങനെ തീരെ സഹായിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. പഠിത്തമൊന്നും പറഞ്ഞ് ബുക്കും പിടിച്ച് മാറിയിരിക്കുകയാണോ? ആ, ഇപ്പൊ ഞാനാ അങ്ങനെ ചെയ്യുന്നേ. പിന്നല്ലാതാരാ? ഓ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റില്ല എന്റെ ദൈവമേ. എന്താ ശാരദേ? ആ, ഗോപാലേട്ടനോ? നീ ആരോടായി സംസാരിക്കുന്നത്? ഞാൻ എന്താ? ശാരദേ, ഒരു ദിവസം പിരിയാനുള്ളവരാ എല്ലാരും. പിന്നെയും ജീവിക്കണം. ജീവിച്ചേ മതിയാവൂ. അതാണ് ജീവിതത്തിന്റെ ദൗർഭാഗ്യം. ഗോപാലേട്ടനിരിക്കെ കഴിക്കാം. നീയും കൂടി ഇരിക്കും ശാരദേ. കറി എടുത്തില്ല ഗോപാലേട്ട. അച്ഛനെ ഞാനങ്ങനെ യാത്രയ്ക്ക് വിടുന്നില്ലെങ്കിലോ? മോളെ, പറ്റില്ല, അങ്ങനെ പോവാൻ പറ്റില്ല. എന്താ ഗോപാലേട്ട? വേണ്ട ശാരദേ. ദേവി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. പ്രീതി, അവള് സാരമില്ല ശാലിനി, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. നിന്നോട് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അവളാകെ പിടിവിട്ടതുപോലെയാ. അവൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ? എന്റെ കൂടെ അനിയത്തിയല്ലേ ശ്യാമ. ഞാൻ അവളെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ. വാ. ശ്യാമേ, ഇരിക്കെ.
കുഞ്ഞേച്ചി പറഞ്ഞു നീ ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. എനിക്ക് വേണ്ട പ്രീതി ചേച്ചി. ഏയ്, ഈ വീട്ടിൽ ആരും വിശന്നിരിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം നീ. മനസ്സ് ഒരുപാട് നിറഞ്ഞു പോയതുകൊണ്ടാ ചേച്ചി എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാ ഞാനിപ്പോ. എന്റെ കുഞ്ഞേച്ചിക്കറിയാം. എന്നാലേ നിങ്ങൾ ചേച്ചി അനിയത്തിയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ അങ്ങ് തീർത്തോ. തൽക്കാലം നീ ഇതിപ്പം കഴിക്കും. എനിക്ക് വേണ്ട ചേച്ചി, കഴിച്ചാൽ ഇറങ്ങില്ല. ചേച്ചിയോട് എനിക്കൊരു ബഹുമാനമുണ്ട്. വെറുതെ എന്നെ നിർബന്ധിക്കരുത്. മോളെ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട ചേച്ചി, വേണ്ടതൊക്കെ കുഞ്ഞേച്ചി എന്നെ ചെയ്തു തന്നിട്ടുണ്ട്. കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണമെന്നുണ്ട്. എന്നെ അതിന് അനുവദിക്കോ?